ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാതെ പോയതല്ലേ? വിശക്കുന്നുണ്ടാവും അല്ലേ? എപ്പോഴാ വരുന്നേ? നിങ്ങളാരാ? നിങ്ങളാരാ? ഞാൻ എന്റെ ഭർത്താവിനെ വിളിച്ചത്. നിങ്ങൾ എന്തിനാ ഫോൺ എടുത്തേ? ഓ, നിങ്ങൾ ഇവന്റെ ഭാര്യയാണല്ലേ? ഞാൻ രതീഷ, പോലീസ് ഓഫീസറാ. സർ, ഫോണിങ്ങെന്താ? ഞാൻ അവളോട് സംസാരിച്ചോട്ടെ? മാറിക്കടാ. സർ പ്ലീസ് സർ, ഫോണിങ്ങെത്താ സർ. സച്ചേട്ടാ, ഫോൺ തരാൻ പാടില്ലെന്നാ സാറ് പറഞ്ഞിരിക്കുന്നത്. നീ അവിടെ പോയി നിൽക്ക്. തന്റെ ഹസ്ബൻഡ് ഇപ്പൊ പോലീസ് സ്റ്റേഷനിലാ ഉള്ളത്. അയ്യോ, അവൻ ഇവിടുത്തെ ഒരു പോലീസ് ഓഫീസറെ കാർ ഇടിച്ച് കൊല്ലാൻ നോക്കി. അയ്യോ സർ. എന്താ സർ, കാറിടിച്ച് കൊല്ലാൻ നോക്കിയെന്നോ? അദ്ദേഹം അങ്ങനെയൊന്നും ചെയ്യില്ല സർ. ഒന്ന് അദ്ദേഹത്തിന് ഫോൺ കൊടുക്കോ? തൽക്കാലം ഫോൺ കൊടുക്കാൻ പറ്റില്ല. ഫോൺ നമ്മുടെ കസ്റ്റഡിയിലാ. ഇവൻ പെട്ടിരിക്കുക. ഇവനൊക്കെ നല്ല ബുദ്ധി ഉപദേശിച്ചു കൊടുത്തിരുന്നെങ്കിൽ ഇങ്ങനെയൊന്നും ചെയ്യില്ലായിരുന്നു. ഹലോ ഹലോ സർ, ഹലോ. സർ, സാർ എന്തിനാ അങ്ങനെയൊക്കെ പറഞ്ഞേ? അവൾക്ക് ടെൻഷനായി കാണോ? കുറച്ച് ടെൻഷൻ ആവട്ടെ. നീ എന്തിനാടാ വന്നത്? നിന്നോട് കാര്യങ്ങളൊക്കെ പറഞ്ഞതല്ലേ? സാറേ, അവന്റെ ഫോൺ വേണമെന്ന്. ഫോണ് മാത്രമല്ല സാർ, എൻ്റെ കാറും തരണം. എൻ്റെ ലൈസൻസ് ക്യാൻസൽ ചെയ്യരുത് സാർ. ഞാൻ കരുതിക്കുട്ടി ഒരു തെറ്റും ചെയ്തിട്ടില്ല. ഒരു പോലീസുകാരനെ അപകടപ്പെടുത്താൻ നോക്കിയത് തെറ്റല്ലേ സാർ? ഞാൻ അദ്ദേഹത്തെ അപകടപ്പെടുത്താൻ നോക്കിയിട്ടില്ല. മനഃപൂർവ്വം ചെയ്തതല്ല. കാറിൻ്റെ ബ്രേക്ക് പോയതുകൊണ്ടാണ് അങ്ങനെ സംഭവിച്ചത്. ഞാനത് പറഞ്ഞല്ലേ സാർ? നീ പറഞ്ഞത് ഞങ്ങൾക്ക് വിശ്വാസമില്ല. അതൊക്കെ അന്വേഷിക്കണം. ഇവിടെ SI സാറില്ല. നാളെ വരാനല്ലേ നിന്നോട് പറഞ്ഞത്? നീ പിന്നെന്താ ഇപ്പോൾ വന്നേ? ഇവനടുത്ത് ആ വീഡിയോസ് ഡിലീറ്റ് ചെയ്തോ? ചെയ്തു സാർ. എങ്കിൽ ആ ഫോൺ അവന് കൊടുത്തേക്ക്. ശരി സാർ. പിന്നെ നിന്റെ മറ്റ് രണ്ടാവശ്യം അത് നടക്കുമെന്ന് തോന്നുന്നില്ല. എന്തായാലും നീ നാളെ വാ. സാർ, ഞാൻ പറയുന്നു. ഞാൻ കാത്തിരുന്നത് ഈ ഒരു അവസരത്തിന് വേണ്ടിയാടാ. ഞാൻ കരുതിക്കുട്ടി ചെയ്തല്ലെന്ന് പറഞ്ഞല്ലേ സാർ? കിട്ടിയ അവസരം മുതലാക്കാണല്ലേ? ഇത്രയും നാൾ നിന്നെ ഒന്നും ചെയ്യാതെ വെറുതെ വിട്ടത് തെറ്റായിപ്പോയി. നീ എന്നെ കാറിടിച്ച് കൊല്ലാൻ നോക്കി അല്ലേ? മുമ്പ് SI സാർ എന്നെ സപ്പോർട്ട് ചെയ്തിരുന്നു. ഇത്തവണ നിന്നെ ആരും സപ്പോർട്ട് ചെയ്യാനില്ല. ഒരു പോലീസുകാരനെ അപകടപ്പെടുത്താൻ നോക്കിയാല് നിന്റെ പേര് കേസെടുക്കാൻ പോവാ. നിന്റെ കാറ് നിനക്ക് ഒരിക്കലും തിരിച്ചിട്ടാൻ പോകുന്നില്ല. അതിനുള്ള വഴി ഞാൻ ഉണ്ടാക്കും. നിന്റെ ലൈസൻസ് ഞാൻ ക്യാൻസൽ ചെയ്യും. ജയിലിൽ നിന്ന് ഇറങ്ങിയാലും ഇനി നിനക്ക് ഈ ജോലി ചെയ്യാൻ പറ്റത്തില്ല. ഏത് ഡ്രൈവർ പണിയേ? ഈ അരുൺ ആരാണെന്ന് നിനക്കിപ്പോ മനസ്സിലായി കാണുമല്ലോ അല്ലേ? യൂണിഫോമിന്റെ കരുത്തിൽ നിരപരാധിയായി എന്നെ പ്രതിയാക്കാൻ നോക്കല്ലേ? നിങ്ങൾക്ക് അധികാരമുണ്ട്, പക്ഷേ എനിക്ക് സത്യമുണ്ട്. ഒടുവിൽ ജയിക്കുന്ന ഏതാണെന്ന് നമുക്ക് നോക്കാം. പോവാൻ നോക്കടാ.